പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും ആവേശവും ഉയർത്തി പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF കൺവെൻഷൻ. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷൻ എടപ്പാൾ രാജീവ് ജി നഗറിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തീവ്രവാദം ഇതിനെല്ലാം തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്ഥാനത്തോളം തീർച്ചയായിട്ടും അവർ മുളയിൽ തന്നെ തുള്ളാൻ തീരുമാനിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ ഒരിക്കലും തന്നെ എന്ത് പറഞ്ഞാലും അവരെ ഞങ്ങൾ വിശ്വസിക്കുക. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വവും ഗുണവും മനസ്സിലാക്കി ബാലറ്റ് വിനിയോഗിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തൊഴിലാളി പാർട്ടി കൊലയാളി പാർട്ടിയായി മാറിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. തുറന്നു കാട്ടാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു ചരിത്രമാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ET മുഹമ്മദ് ബഷീറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏതാണ്ട് 10-25 വർഷക്കാലമായി എനിക്കറിയാവുന്ന ആളാണ് ET മുഹമ്മദ് ബഷീർ. മതേതരത്വത്തിന്റെ ഉജ്ജ്വല പ്രതീകമാണ് ET മുഹമ്മദ് ബഷീർ എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 1 ലക്ഷം കവിയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. അതിൻ്റെ അപ്പുറം സാക്ഷരത കേരളത്തിലെ ജനങ്ങളോട് പറയാണ്, ഞങ്ങൾ രക്ഷിക്കും. ഒരു കുട്ടിയും അത് വിശ്വസിക്കാൻ പോണില്ല. നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല. ആവതില്ലാത്തവൻ ഇവിടുന്ന് നീച്ചിട്ട് 2 തരും എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ അതിനെ കണക്കിലെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കള്ളപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും അങ്ങനെ വല്ലതൊക്കെ നടത്തി അതിൻ്റെ പേരിലൊക്കെ വല്ല വോട്ടും കിട്ടാൻ അവർ നോക്കുന്നെങ്കിൽ അത് നിങ്ങളങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി. കണ്ണിൻ്റെ മുമ്പ് കാണാനുള്ള സംഗതികളുണ്ടല്ലോ. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകം, ഷുഹൈബിൻ്റെയും ഷുക്കൂറിൻ്റെയും കൊലപാതകങ്ങൾ, അതിനൊക്കെ മധുര പ്രതികാരം വീട്ടാനുള്ള അവസരമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. ബാലറ്റിലൂടെ അത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകന്മാർ നിർവഹിക്കും എന്നുള്ള കാര്യം. ചെറുപ്പക്കാർ അരുംകൊല ചെയ്യപ്പെടുന്ന വെള്ളരിക്ക പട്ടണമായി കേരളം മാറിയിരിക്കുകയാണ്. വടകരയിലെ ഇടതു സ്ഥാനാർത്ഥിത്വം ജനങ്ങൾക്ക് ഇടതുപക്ഷം നൽകിയ ശിക്ഷയാണെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. പാർലമെന്റ് മണ്ഡലം UDF ചെയർമാൻ PT അജയ്മോഹൻ അധ്യക്ഷനായിരുന്നു. പാണക്കാട് സദിഖലി ശിഹാബ് തങ്ങൾ, സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് MP, ആര്യടൻ മുഹമ്മദ്, CP ജോൺ, നേതാക്കളായ C ഹരിദാസ്, CV ബാലചന്ദ്രൻ, UA ലത്തീഫ്, PMA സലാം, കാടാമ്പുഴ മോഹനൻ, വെന്നിയൂർ മുഹമ്മദ് കുട്ടി, മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടപ്പാൾ.